ഞങ്ങൾ ഇണ്ടത്തെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ സെലക്ട് ആക്കിയതായ ടോപ്പിക്ക് അള്ളാഹന ഔലിയാಗಳು ಯಾರು, അള്ളാഹുരെ ഔലിയാക്കന്മാർ ചെന്നിങ്കാർ. ഞങ്ങൾക്ക് ഇവിടുന്ന് സാധാരണ ഞങ്ങൾ കേൾക്കുന്നതായ ഒരു പദ ഇറ്റിക്കറ്, ഒരു വേർഡ് ಐತಿಕ್ಕರು ಔಲಿಯ. ಈ ಔಲಿಯ சொல்றது ಪ್ಲೂರಲ್ ಐತಿಕ್ಕರು. ಅದರ ಸಿಂಗುಲರ್ ಎಂದರೆ ವರ್ತನೆ ವಲಿ, ವಲೀರೆ ಜಮ ಐತಿಕ್ಕರು, ಪ್ಲೂರಲ್ ಐತಿಕ್ಕರು ಔಲಿಯ. അപ്പോൾ വലി ചൊന്നിങ്ങെന്തരെ, വലി ചൊന്നിങ് ഭാഷാപരമായിട്ട് കുല്ലുമം വലിയ അമ്രൻ, എല്ലാ കാര്യ ഏറ്റെടുക്കുന്ന ഒരാൾക്ക് വലിയെന്ന് ചൊല്ലും. ചമ്മ രീതിയിൽ വലിയ എന്തുകൊണ്ട് അർത്ഥമുണ്ട്. അപ്പൊ എല്ലാ കാര്യം ഏറ്റെടുക്കുന്ന ആൾക്ക് വലിയ ചൊല്ലും. ഒരു കാര്യത്തെ വിഷയത്തിൽ ഏറ്റെടുക്കുന്ന ആൾ വലി. ഇപ്പൊ ഒരു പെണ്ണിനെ മങ്ങിലാക്കി കൊടുക്കുന്നെങ്കിൽ അതുക്ക് വലിയ പേന്ന് ചൊല്ലാർ. അപ്പൊ എന്താ ആ പെണ്ണിനെ കാര്യം ഏറ്റെടുത്തിട്ട് ബൽത്തിയെ അബ്ബ കൈത്തിക്കറ് വലിയ ചൊല്ലറ്. അതേപോലെ യത്തീം മക്കളെ ബൽത്തിറാൽമാർക്ക് വലിയും ചൊല്ലാർ, വലിയുൽ യത്തീം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തെ ഏറ്റെടുത്തിട്ട് നിർവഹിക്കുന്ന ആൾക്ക് വലിയ ചൊല്ലും. അതേപോലെ സഹായാക്കുന്ന ആൾമാർക്ക് വലിയും ചൊല്ലും. സഹായി അൻ നസീർ ചൊല്ല അർത്ഥമുണ്ട്. അതേപോലെ അൽ മുഹിബ്ബു പിർസത്തവണു, അതേപോലെ സ്വദീഖ് ചങ്ങായി. ഇങ്ങനെ എല്ലാത്തണ്ടി മുട്ടത്തെ ബന്ധമുള്ള ആൾക്ക് വലിയ തൈത്തിക്കറ് അറബിൽ ചൊല്ലും. അപ്പൊ അത് കൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദറോ 58ാമത്തെ ആയത്തിൽ ചൊല്ലുന്നത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിങ്ങളെ വലിയായിട്ടുള്ളവനാണ് അല്ലാഹു. അതേപോലെ വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ ഐത്തിക്കറ്. വല്ലദീന, അതേപോലെ വല്ലദീന ആമനു, സത്യവിശ്വാസിമാർ. അല്ലദീന യുഖീമൂന സ്വലാഹ്, നിസ്കാരത്തെ ഖായിമാക്കറങ്ങ. വയുഅ്തൂന സകാ, സകാത്ത് കൊടുക്കരെ. വഹും റാക്കിഊൻ, റുക്കൂ ഇടരെ. അപ്പൊ റുക്കൂ ആക്കരെ, നിസ്കരിക്കരെ, സക്കാത്ത് കൊടുക്കരെ, സത്യവിശ്വാസിമാർ ഐത്തിക്രാറ്, അള്ളാഹും റസൂലും ഐത്തിക്രാറ്. നിങ്ങളെ വലി ചൊന്തു അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ. അവിടെ എന്തേ ആപ്തമിത്ര, അതായത് എല്ലാറ്റി മുട്ടത്തെ ബന്ധമില്ലങ്ങ അങ്ങൈത്തിക്രാറ് ചൊന്തൈത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറു. അപ്പൊ ഒരു മുഅ്മിൻറെ എല്ലാത്തക്കാണ് മുട്ട ഉണ്ടാവണയങ്ങ, ഒരു മുഅ്മിൻറെ എല്ലാത്തി നല്ല ബന്ധ സ്ഥാപിக்கிறങ്ങ. അത് ആറൈറ്റിക്കണു സത്യവിശ്വാസിമാർ, അള്ളാഹും റസൂലും സത്യവിശ്വാസിമാർ. കാഫിർമാരെ മുഷ്രിക്കുമാരെ അങ്ങനെ മുട്ടത്തെ ഒരു ബന്ധാക്കിയിട്ട് തീർക്കുകൂ ഇസ്ലാം എന്താക്കില്ല, നമുക്ക് പടിപ്പാട്ടി തന്നില്ല. ഏതായെങ്കിലും സാധാരണ ചൊല്ലുന്നത് സലഫിമാർക്ക് ഔലിയാക്കന്മാരുടെ മേൽ വിശ്വാസം ഇല്ല, സലഫിമാർക്ക് ഔലിയാക്കന്മാരില്ല, അങ്ങ ഔലിയാക്കന്മാരുടെ ദൂരങ്ങ, ഔലിയാക്കന്മാരുടെ കറാമത്തിനെ നിഷേധിக்கிறങ്ങ ചൊന്തു റായത്തെ മുസ്ലിയാക്കന്മാർ സാധാരണ ആൾമാർക്ക് എന്താക്കാറ് ചൊന്നു കൊടുക്കാറ്. അപ്പൊ യഥാർത്ഥത്തിൽ സലഫിമാർക്ക് ഔലിയാക്കന്മാർ ഉള്ളാറ ഇല്ലേട്ട് ആരുടെ ബായിൽ നിന്ന് കേൾക്കണം, സലഫിമാരുടെ ബായിൽ നിന്ന് എത്തിക്കൊണ്ട് കേൾക്കണായി അല്ലേ. ഔലിയാക്കന്മാർ ഉള്ളാറ, ഔലിയാക്കന്മാരുടെ കറാമത്തിനെ നിഷേധിக்கிறങ്ങമാ. ഇനി ആ ഔലിയാക്കന്മാരുടെ ദൂരെങ്കിൽ അത് എങ്ങനത്തെ ഔലിയാക്കന്മാർ, അതും എന്താക്കണു ശ്രദ്ധിക്കണായത്, അത് സലഫിമാരുടെ ക്ലാസ് കേട്ട് തെറ്റിക്കൊണ്ട്. അല്ലാണ്ട് ആറാവൊരാൾ ചൊന്നത്, ആറാവൊരാൾ കേട്ടത്, ആറാവൊരാൾ ചൊന്തണ്ടതല്ല ഞങ്ങൾ വിശ്വസിക്കണായി. ഏതെങ്കിലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസ, അതായത് യഥാർത്ഥ സലഫിമാരുടെ വിശ്വാസം എന്തിനാ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ, ഔലിയാക്കന്മാർ ഉള്ളാറുണ്ട ഇല്ലാണ്ട. ഔലിയാക്കന്മാർ ഉള്ളാറ് അല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമറെ പിടിച്ചിട്ട് ഇപ്പൊ തോലു എത്രയുള്ള ആൾമാർ കഞ്ഞുപോയിറാറ, കഞ്ഞുപോയ എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കന്മാർ കടന്നു പണ്ടാറ്, ഔലിയാക്കന്മാർ ഉള്ളാറ്. ഈ ഇണ്ടും ലോകത്ത് ഔലിയാക്കന്മാരില്ലേ, ഉള്ളാറ്. കിയാമത്ത് നാല് തോല് ഔലിയാക്കന്മാർ ഇക്കറാർ, കിയാമത്ത് നാല് തോലു, കിയാമത്ത് നാല് മുട്ട അവരോട് തോലു ഔലിയാക്കന്മാർ ഇക്കറാർ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപ്പാട്ടി തന്നെ ഒരു കാര്യം എത്തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണ്ട്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, നന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗ ആൾമാർ ഹക്കിൽ എപ്പം ഇക്രാർ. എവിടുത്തോളൂ ലാ യദുറുഹും മൻ ഖദലഹും, അങ്ങനെ കൂട്ട തപ്പിപ്പോയെങ്കിൽ അങ്ങനെ തെറു തപ്പാട്ടൊക്കെ സാധ്യല്ല. അതേപോലെ ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുരെ കാര്യ ബണ്ടെടുത്തോളൂ, അതായത് ഖിയാമത്ത് നാൾ ബണ്ടെടുത്തോളൂ അള്ളാഹുരെ പേരിൽ, അതേപോലെ ഈ ദീന്റെ പേരിൽ സത്യത്തിൽ നിലനിൽക്കറങ്ങ ഇക്രാറുണ്ട് ഇത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ നന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങളിൽപ്പെട്ട് ഒരു വിഭാഗ ആൾമാർ ഖിയാമത്ത് നാൾ തോലു
എന്താക്കിറാർ സത്യത്തിലേക്കാർ നന്റെ ഉമ്മത്തിങ് എല്ലാവരും തെരു തപ്പി പോണ്ടാരൻ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തില്ല. അപ്പൊ ആ ഒരു വിഭാഗ ആൾമാർ അതാറ് അതേറ്റിക്കറ അള്ളാഹു ഔലിയാക്കന്മാർ, അള്ളാഹു പിർസപ്പെട്ട ആൾമാർ, അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട ആൾമാർ സത്യത്തിൽ നിലനിൽക്കറങ്ങ. അപ്പൊ അതില് അങ്ങനെ ഇക്കുമ്പോ ഇത്തിക്കറങ്ങന്റെ അള്ളാഹുരെ ഔലിയാക്കന്മാർ അങ്ങനെ വിശേഷಣ ಎಂದ್ರೆ അങ്ങനെ സിഫത്ത് ಎಂದ್ರೆ അള്ളാഹു ഔലിയാക്കന്മാരെ വിശേഷಣ ಎಂದ್ರೆ അത് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു യൂനുസിലെ 62 63 ആയത്തില് നമുക്ക് പഠിപ്പാട്ടി തണ്ടത് കാണും അല്ലേ. അള്ളാഹു ഔലിയാക്കന്മാരെ ചൊന്തു അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷണാക്കിയ ആൾമാര് അങ്ങനെ സിഫത്ത് ಎಂದ್ರೆ സൂറത്തു യൂനുസ് എടുക്കോറു അതിലെ 62 ആയത്തും 63 ആയത്തും ഓതി നോക്കോറു. എന്തിനാ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത്? അല നിങ്ങൾ അറിയണു ഇന്ന ഔലിയ അള്ളാഹു ഔലിയാക്കന്മാർ ചൊന്നെങ്കിൽ ലാ ഖൗഫുൻ അലൈഹിം അങ്ക് ഒരു പേടിയുമില്ല, വലാഹും യഹ്സനൂൻ അങ്ങ് ബേജാറാക്കിറങ്ങുമല്ല. ഖൗഫ് ചൊന്നെങ്കിൽ ഫ്യൂച്ചറിന്റെ വിഷയത്തിൽ പേടിക്കിരേക്കെത്തിക്കർ ഖൗഫ് ചൊല്ലു. അപ്പൊ ഫ്യൂച്ചറിന്റെ വിഷയത്തിൽ പേടിക്കിറങ്ങല്ല. അതേപോലെ വലാഹും യഹ്സനൂൻ കഴിഞ്ഞുപോയ വിഷയത്തിൽ ബേജാറാക്കിറങ്ങുമല്ല. അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ 2 ക്വാളിറ്റി എടുത്തു ചൊല്ലറ. അതെന്തേ? അല്ലദീന ആമനു അങ്ങ് വിശ്വസിக்கிறങ്ങ ഇത്തിക്കറാർ, ഈമാന് കൊമണ്ടങ്ങ ഇത്തിക്കറാർ. എങ്ങനെ അള്ളാഹും റസൂലും ഈമാന് കൊമ്പറ ചൊന്തറ അതേപോലെ ഈമാന് ബീക്കിറങ്ങ ഇത്തിക്കറാർ. മാത്രല്ല വക്കാനു യത്തഖൂൻ അങ്ങ് തഖ്വത്തിൽ ജീവിக்கிறങ്ങ ഇത്തിക്കറാർ. അങ്ങ് അള്ളാഹുരെ പേടിച്ചിട്ട് എല്ലാ തപ്പിൽ നിന്ന് വിട്ടു നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചൊന്നതായി എല്ലാ കാര്യവും ആക്കിയിട്ട് തഖ്വത്തിൽ ജീവിக்கிறങ്ങ ഇത്തിക്കറാറ് അള്ളാഹുരെ ഔലിയാക്കന്മാര്. ഇതേ ഇത്തിക്കറ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നേ. ആയെങ്ക ഇണ്ട് ഞങ്ങളായിട്ട് മുസ്ലിയാക്കന്മാര് അങ്ങ ചൊല്ലുற ഔലിയാക്കന്മാരെ ക്വാളിറ്റി എന്ത്? മിനിമം ക്വാളിറ്റി തക്കു ഇക്കോത്തീറ അല്ലേ. പിന്നെ അതിലാണ്ട് അപ്പുറത്ത് ഇതെല്ലാം ഇക്കറ്. നിസ്കാരം ഇല്ല, നോമ്പ് പിടിക്കൊത്തീറ, അതേപോലെ നോമ്പ് സുബയിലെ ചായ കുടിക്കണു. ഇതെല്ലാം ഇന്നത്തെ ഞങ്ങളായത്തെ ഔലിയാക്കന്മാരെ പരിചയാക്കറേ. ഈ മുസ്ലിയാക്കന്മാർ പരിചയാക്കറങ്ങളെ ഔലിയാക്കന്മാരെ ക്വാളിറ്റി എത്തിക്കറ്. കുളിക്കോകില്ല, അതേപോലെ ഡ്രസ്സ് കൽകോ ഇല്ല, പിറാന്തര വലിക്കും, ജതുബുര ഹാലിക്ക് പോണ്ട് ഒലങ്ങ. അപ്പൊ അങ്ങനെ പിറാന്തര വലിന്നെങ്കിൽ അവൻ ഔലിയ അല്ലെ. ലോകത്തിലെല്ലാം ഇങ്ങനെ ഔലിയാക്കന്മാരെ കാണുന്നുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും. ഇപ്പൊ ഞങ്ങൾക്ക് ഈ പിറാന്തന്മാരെ കാണുമ്പോൾ പേടി എന്തിര്? അങ്ങ് അടിക്கிறாറ്, അങ്ങ് ഇതാക്കിറാറ്, ഉപദ്രാക്കിറാറുണ്ടല്ല. നാല് ഈ സക്കാഫിമാർ അങ്ങനെ 4 ഔലിയാക്കന്മാരാക്കിറാറുണ്ട് പേടി. അങ്ങനത്തെ ഒരു അവസ്ഥയിട്ടിക്കറ് ഞങ്ങളായത്ത് ഔലിയാക്കന്മാരെ പരിചയാക്കിയതണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ചൊന്ന ഖുർആന്റെ ഔലിയാക്കന്മാരുടെ വിശേഷണം എന്തിര്? അങ്ങ് ഈമാനുള്ളങ്ങും തഖ്വ ഉള്ളങ്ങ ഇത്തിക്കറാർ. അതേ ഇത്തിക്കറ അങ്ങനെ ക്വാളിറ്റി. നിസ്കാര വിടാത്തങ്ങ, നോമ്പ് വിടാത്തങ്ങ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ചൊന്നതായി എല്ലാ കാര്യം നിർവഹിக்கிறങ്ങ. അതേ ഇത്തിക്കറ ഔലിയാക്കന്മാരെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പാട്ടി തണ്ടേ. നോക്കൂ ഇങ്ങനെ കിതാബ് ഈ ഇങ്ങ പഠിപ്പാട്ടതായ കിതാബ് ഇങ്ങനെ പല്ലി ദർസിൽ പഠിപ്പാട്ടതായ ഒരു കിതാബ് ഷറഹുൽ അഖായിദ്. ആ ഷറഹുൽ അഖായിദിൽ ഇമാം തഫ്തസാനി ചൊല്ലുற നോക്കൂ ഔലിയാക്കന്മാർ ചൊന്നെങ്കാർ. ഇമാം തഫ്തസാനി ചൊല്ലുற അൽ വലിയു വലി ചൊന്നെങ്കിൽ അൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ. ഒരു വലി ചൊന്നെങ്കിൽ അള്ളാഹുടെ വിഷയത്തിൽ അവന്റെ സിഫത്തിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് പഠിക്കിറങ്ങ. എല്ലാം അങ്ക് എത്ര സാധ്യമുണ്ട് അത്രത്തോളം അള്ളാഹുടെ വിഷയം അറിയിറങ്ങ, അള്ളാഹുടെ വിഷയം പഠിക്കിറങ്ങ. അൽ മുവാദിബു അല ത്വാആതി അതേപോലെ അള്ളാഹു അനുസരിക്കുന്നതിൽ ഗട്ടി നിക്കിറങ്ങ. വൽ മുജ്തനിബു അനിൽ മആസി എല്ലാ തപ്പിൽ നിന്നും വിട്ടു നിക്കിറങ്ങ. അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത് എല്ലാ ഷഹവാത്തിൽ നിന്നും എല്ലാ ദുനിയാവുടെ ആസിൽ നിന്നും വിട്ടു നിന്നിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ട് അള്ളാഹുരും റസൂലും ദീനും ഗട്ടിപിടിച്ചിട്ട് എല്ലാ തപ്പിൽ നിന്ന് വിട്ടു നിക്കിറങ്ങ ഇത്തിക്കറാറ് അള്ളാഹുര ഔലിയാക്കന്മാർ. ആറ് ചൊല്ലു ഇങ്ങ പഠിപ്പാട്ടിരുന്ന ഇങ്ങനെ കിതാബിൽ ഷറഹുൽ അഖായിദിൽ ഇമാം തഫ്തസാനി ചൊല്ലുற പൽക്കൈത്തിക്കറ് അല്ലെ. നോക്കോറു അള്ളാഹു സുബ്ഹാനഹു തആല പേടിക്കര്, അള്ളാഹു ചൊന്നതായി എല്ലാ കാര്യം നിർവഹിക്കര്, എല്ലാ തപ്പിൽ നിന്ന് വിട്ടു നിക്കിറങ്ങ ഇത്തിക്കോണ ഔലിയാക്കന്മാർ. അതേ ഇത്തിക്കറ ഔലിയാക്കന്മാരെ ക്വാളിറ്റി. അപ്പൊ ഇങ്ങനെ ഇമാമുമാർ ചൊല്ലുறது ഇങ്ക് എടുക്കുകയില്ല. CM മടവൂരുടെ വിഷയത്തിൽ എന്തെല്ലാം കറാമത്ത് ചൊല്ലുறாർ. അതിലെല്ലാത്തിന്റെ വലിയ കറാമത്ത് എന്തിനാ? അയാൾ നിസ്കരിച്ചോ ഇല്ല ಅಂತ, അയാള് നിസ്കരിച്ചോ ഇല്ല ಅಂತ. അങ്ങനെ റായത്തങ്ങളെ കൂടിയിട്ട് കേട്ടാറുള്ള നിങ്ങൾ നിസ്കരിക്കില്ല, റായത്തിലുള്ള പൽക്കായുണ്ട് എന്ത് നിങ്ങൾ നിസ്കരിക്കില്ല. അങ്ങനെ അയാൾ കൈ കാട്ടിത്തുള്ള ദാ ഞാൻ നിസ്കരിച്ചോല്ലോ. എവിടെ നിസ്കരിച്ചോല്ലേ?
മക്കത്തിൽ ഇമാമത്തൈത്ത് നിസ്കരിച്ചോല്ലേ? അപ്പൊ ഇങ്ങനത്തെ കഥം ഇങ്ങനത്തെ കറാമത്തൈത്തി കുറിച്ചൊന്നുമില്ലേ? ആലോചന ആക്കി നോക്കണ. ഇങ്ങനെ ഔലിയാക്കന്മാരുടെ കറാമത്ര ഒരു അവസ്ഥ നോക്കൂ. എല്ലാ തണ്ടി വലിയ തങ്ങായിട്ടുള്ളാറ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജീവനത്തെ ലാസ്റ്റ് കാലഘട്ടത്തിൽ 14 രോഗിയായിട്ടും 14 പള്ളിക്ക് വന്ന് ജമാത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ നമുക്ക് കാണും. എത്ര കഷ്ടബന്ത്, എത്ര നൊമ്പലിന്തും, എത്ര പണി പിടിച്ചിട്ടും 2 സഹാബിമാരുടെ കുഞ്ചിക്ക് കൈവച്ചിട്ട് നടക്കുകയാവാത്ത അവസ്ഥയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് വന്ന് നിസ്കരിച്ചു പോയി. അപ്പൊ ആ നബിരകാണ് ബില്ല ആൾമാർ ആരെയും ഉള്ളാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ നിസ്കരിക്കാണ്ട് പോയ ഒരു കാര്യ ഒരു വക്ത് കടന്നുപോയിറാ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 അടി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ തടി. ബാക്കി നിങ്ങൾ ഔലിയാക്കന്മാർക്ക് 40 അടി 50 അടി 100 തടി എല്ലാം ഇക്കറ്. മാത്ര തിന്നിട തടി മാത്രം ഒന്നി, അത് ഞങ്ങൾ കാണ്ട തടി മാത്ര. ಬೇರೆ ನಿಸ್ಕಾರ ಇಬಾದತ್ತರ ತಡಿ ಅಲ್ಲ, ಅದು ಬೇರೆ ತಡಿ. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇട്ടിക്കറ് ഞങ്ങള് റായത്തെ ഔലിയാക്കന്മാരെ പരിചയാക്കറി ഈ മുസ്ലിയാക്കന്മാരെ ചൊല്ലെ ഔലിയാക്കന്മാരുടെ അവസ്ഥ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഔലിയ, ഈ ഉമ്മത്തിങ്ങളെ ഒന്നാമത്തെ ഔലിയാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കരിക്കാണ്ട് പോയ ഒരു വക്ത് കാട്ടോ സാധ്യത? നിസ്കരിക്കാണ്ട് പോയെ ഇബാദത്ത് ഏതേം ഒരു ഇബാദത്ത് അല്ലേ? നോക്കൊരു അബൂബക്കർ റളിയല്ലാഹുവിന്റെ ക്വാളിറ്റി എന്തേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ഇബാദത്ത് പഠിപ്പാട്ടിരെങ്കും അത് കൃത്യമായിട്ട് ആക്കിയോ ഇന്ന ഒരാളായിട്ടിക്കറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് കേക്കറ്, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് നോമ്പ് പിടിച്ചങ്ങാറ് ഒരാൾ എഞ്ചി നിക്കറിനാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് രോഗിരെ സന്ദർശിച്ചങ്ങാറ് ഒരാൾ എഞ്ചി നിക്കറിനാണ്, ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൽ മയ്യത്തിരെ ഫോളോ ആക്കി പോയങ്ങാറ് ഒരാൾ എഞ്ചി നിക്കറിനാണ്, ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൽ സ്വതക്കാക്കിയങ്ങാറ് ഒരാൾ എഞ്ചി നിക്കറതാണ്. ആ എല്ലാ എഞ്ചി നിന്റെതാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയ ഒരേ ഒരു കാര്യം വിട്ടുവിടാണ്ടെ എല്ലാം കൃത്യമായി ആക്കിയോ ഇന്ന് വലിയ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ ഇന്ന് നിങ്ങളെ ഔലിയാക്കന്മാരുടെ അവസ്ഥ എന്തേ അല്ലേ? അപ്പൊ അങ്ങനല്ല ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തേ ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുവാനായി ഒരു കാര്യം എത്തിക്കറ്. പിന്നെ ഞങ്ങളുടെ റായത്തിൽ ഔലിയാക്കന്മാരുടെ വിഷയത്തിലുള്ള വിശ്വാസം എന്തേ? ഔലിയാക്കന്മാർ സാധാരണ വിഷയം ആക്കൂത്തീറ, അസാധാരണ യന്ത്രമാവുന്നാക്കിയെങ്കിൽ അങ്ങ് ഔലിയ അല്ലെ? സാധാരണ രീതിയിൽ ജീവിക്കറങ്ങാവുത്തീറ. അങ്ക് എന്തേ ഒരു അസാധാരണ താക്കത്ത് വേണു, എന്തേ ഒരു മാജിക് പോലെ അല്ലെ എന്തേ ഒന്ന് ആക്കിയിട്ട് കാട്ടിയെങ്കിൽ അങ്ങ് ഔലിയ. ഇതേ ടിക്കർ സാധാരണ ആൾമാരുടെ വിശ്വാസത്തെ നമുക്ക് കാണും. യഥാർത്ഥത്തിൽ ഔലിയാക്കന്മാർ ചൊന്നെങ്കിൽ അതുവാ ഒരാള് എത്രത്തോളം ഖുർആനും സുന്നത്തര അടിസ്ഥാനത്തിൽ ജീവിക്കറാണ് അവനുക്ക് കറാമത്തിക്കട്ട് കറാമത്തില്ലാൻ ടിക്കറ്റ് അതേ ടിക്കർ ഔലിയ. അള്ളാഹു ഔലിയ ചൊന്നത് ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിക്കറോ, അള്ളാഹുരെ പേടിച്ച് ജീവിക്കറോ. ചിലപ്പോൾ അവനുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് കറാമത്ത് കൊടുക്കുകയും ചിലപ്പോൾ കൊടുക്കാണ്ടിരിക്കുകയും. അപ്പൊ കറാമത്തില്ലാത്തവനും അള്ളാഹു വലിയാവില്ലേ? കറാമത്തില്ലാത്തവനും അള്ളാഹു വലിയേ, കറാമത്തിന്നവനും അള്ളാഹു വലിയ ഇത്തിക്ര. അസാധാരണ താക്കത്ത് കാട്ടണം ചിലപ്പോൾ അള്ളാഹുരെ ഔലിയ അല്ലാണ്ടിരിക്കുകയും. അതേ ടിക്കറ വിഷയത്തിൽ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടേ ഒരാള് ഔലിയ ആവുകല്ലേ മാനദണ്ഡെന്തേ, ഒരാൾ വലിയ ആവുകല്ലേ മാനദണ്ഡെന്തേ? ഖുർആനും സുന്നത്തും ഗട്ടി പിടിക്കണു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഫോളോ ആക്കണു, അള്ളാഹുരെ മാത്രം ഇബാദത്താക്കണു, അള്ളാഹുരെ പേടിച്ച് ജീവിക്കണു. ഇതേ ടിക്കറ് ഇസ്ലാം പഠിപ്പാട്ടേ ഔലിയാക്കന്മാരുടെ വിശേഷന. അത് കറാമത്തിക്കട്ട് ഇക്കാണ്ടിക്കട്ട്. നോക്കൊരു ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ചൊല്റേ أن الذين استقر عند العامة أن خرق العادة يدل على أن من وقع له ذلك من أولياء الله تعالى. സാധാരണ ആൾമാരുടെ വിശ്വാസം എന്താ ചൊന്നെങ്കിൽ അള്ളാഹുരെ ഔലിയാക്കന്മാർക്ക് യന്ത്രമാ ഒരു അസാധാരണ താക്കത്ത് വേണു, അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രം അവൻ ഔലിയാവുരേൻ. മാത്രമാ വഹുവ ഗലത്തും മിമ്മൻ യഖൂലുഹു, അത് തപ്പ് കൽപ്പന ഇത്തിക്കറ്. അള്ളാഹുരെ അല്ലെ കറാമത്തിന്നവന് മാത്രം അല്ലെ എന്തേ ഒന്ന് അസാധാരണ താക്കത്ത് കാട്ടിയവന് മാത്രം അള്ളാഹുരെ വലിയ ചൊല്றது അത് തപ്പ് കൽപ്പന ഇത്തിക്കറ്. ഫഇന്നൽ ഖാരിഖ ഖദ് യദ്ഹറു അലാ യദിൽ മുബ്തൽ, ചിലപ്പോ അസാധാരണ താക്കത്ത് ബാത്തിലായ ആൾമാരുടെ കയ്യിൽ നിന്നും പണ്ട് അല്ലെ കാഫിറായ ആൾമാർ എത്ര ആൾ മാജിക് കാട്ടാറ്. അപ്പൊ അങ്ങനെ അള്ളാഹുരെ ഔലിയാക്കന്മാർ അല്ലെ? ബാത്തിലായ ആൾമാർ
കാഫിറായ ആൾമാരും യന്ത്രമാ ഒരു അസാധാരണ താക്കത്തല്ല കാട്ടുറാറ്. അപ്പൊ എല്ലാം അസാധാരണ താക്കത്ത് കാട്ടുറങ്ങ ഔലിയാക്കന്മാരല്ല. അത് കയ്യിൽ ഉദാഹരണം ചൊല്ലും, മിൻ സാഹിരിൻ വകാഹിനിൻ വറാഹിബിൻ, സിഹിറാക്കിറങ്ങ. അതേപോലെ ബാക്കിന്ന് കാഹിനുമാർ, ഇങ്ങനത്തെ ജ്യോതിഷന്മാർ, ഇങ്ങനെയുള്ള എന്തുള്ള താക്കത്ത് കാട്ടുറാറ്. അപ്പൊ അങ്ങനല്ല അള്ളാഹ് ഔലിയാക്കന്മാരായമാ അല്ല. ഒരാൾക്ക് താക്കത്തുണ്ട്, യന്ത്രമാ ഒരു അസാധാരണ താക്കത്ത് ആക്കുക അവർ ചൊല്ലുടെ സബലു അങ്ങ് അള്ളാഹു ഔലിയാക്കന്മാർ ആവില്ല ചൊല്ലുടെ തെറ്റിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ അസാധാരണ താക്കത്ത് കാട്ടുற ഒരാൾ ഔലിയ ആവുന്നുണ്ടായെങ്കിൽ ഒന്നാമത്തെ ഔലിയ ആറാവണിന്ത് ഞങ്ങളെല്ലാവരും രക്ഷ തേടരെ മസീഉദ്ദജ്ജാൽ വലിയ ഔലിയ ആവണിന്ത് അല്ലേ. മസീഉദ്ദജ്ജാൽ ഖിയാമത്ത് നാളുണ്ട് പണ്ട മല പറപ്പാട്ട് അപ്പയും മല വണ്ട് മല ബാ ചൊന്നെങ്കിൽ അപ്പയും മല വണ്ട്. അതേപോലെ ഭൂമിരടിയിൽ നിന്ന് മറ പറഞ്ഞു ചൊന്നെ അപ്പ മറ വണ്ട്. ഒരാളെ കൊന്നിട്ട് ജീമാക്കറ. ഇങ്ങനെ എല്ലാ അസാധാരണ താക്കത്ത് അവണ്ട് കാട്ടുറ. അപ്പൊ ദജ്ജാൽ അഭിഷേകിക്കുമ്പോ ഖദ്ദസല്ലാഹുൽ അസീസും ചൊല്ലರು എന്നിൽ പിന്നെ. കാരണം അവನು അസാധാരണ താക്കത്ത് കാട്ടുറവണ എത്തിക്കറ. അപ്പൊ ഒരാൾ അസാധാരണ താക്കത്ത് കാട്ടിയിട്ടായെങ്കിൽ അവനെന്തല്ല ഔലിയ അല്ല. ഔലിയ ചൊന്നെങ്കിൽ അതിലെ ക്വാളിറ്റി എന്തരെ ദീൻ അനുസരിച്ച് കിതാബും അള്ളാഹുടെ സുന്നത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും ഫോളോ ആക്കി ജീവിക്കറവണ എത്തിക്കറ അള്ളാഹുടെ ഔലിയ ചൊന്നെങ്കിൽ. കൂറത്തങ്ങ മറിച്ച് പോയിട്ട് അയാൾ മറിച്ചതേ കറാമത്തല്ല ഇങ്ങനെ മൊൽച്ച വന്നുകൊണ്ട് ഓരോരു കറാമത്ത് അയാളുടെ വിഷയത്തിൽ മൊൽച്ച എന്തേ ഇങ്കവിടെ വരുമാനം വേണു. ഇവിടെ കറാമത്ത് ചൊന്നെങ്കിൽ ഇങ്ക് കാശ് കിട്ടേ. കറാമത്ത് ചൊന്നെങ്കിൽ അവിടെ ആൾമാർക്ക് വേണ്ടേ ഇയാളുടെ ബെല്ല് ഇപ്പൊ CM മടൂരുടെ ബെല്ല് ആളാക്കി കറാമത്താക്കുക എന്ത് അവിടെ അങ്ക് വരുമാനം വേണു. അതേപോലെ ഇപ്പൊ കൂറത്തങ്ങളുടെ ഇപ്പൊ സ്റ്റാർട്ടിങ് ബിസിനസ് സ്റ്റാർട്ടിങ്ങിലുള്ളേ ഇനിയും അത് ഇനി ಯಾರ ಇಂಪ್ರೂವ್ ಅವನುಂಟಾയെങ്കിൽ ಕೊರಿಯ ಕರಾಮತ್ತಲ್ಲ ಇങ്ങനെ ಪ್ರಚಾರಾಕೊಂಡು ಅಪ್ಪ ಕರಾಮತ್ತಲ್ಲ ಪ್ರಚಾರ ಆಗುತ್ತಿಗೂ ಅಯ್ಯಲು വലിയൊരു ഔലിയ ಅಂಟ್ಕಾಂಡು പിന്നെ ആൾമാരെല്ലാം ഇവിടെ ಬಂಡಾರು ಇಂಗೆಲ್ಲ ಡಬ್ಬಿಗೆ ಕಾಸು ನರಿ ಇದೇ ಟಿಕ್ಕರಿ ಇಂಗಲೇ ಉದ್ದೇಶ ಇದೆಲ್ಲ ಅಂಟೆ ಬೇರೆಂದು ಅಲ್ಲ ഇല്ലെങ്കിൽ ഔലിയാക്കന്മാരുടെ ഇങ്ങനെ നോക്കുക ഇങ്ങനെ ഒരു സ്പീച്ചിൽ 90% ഔലിയാക്കന്മാരുടെ കറാമത്തും 10% കളക്ഷൻ ആക്കുക ഇതല്ലാണ്ട് ഖുറാന്റെ ആയത്ത് ഓതിട്ട അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതിട്ട അല്ലെങ്കിൽ സഹാബിരങ്ങളെ മഹത്വം ചൊല്ലറതാ അതെന്തും ഇല്ല. സഹാബിരങ്ങൾക്ക് കറാമത്തില്ല ಅಂತ അല്ലെ സഹാബിരങ്ങൾക്ക് കറാമത്തില്ല ಅಂತ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ രണ്ട് സഹാബിമാർ ദീന് പഠിച്ചിട്ട് ജാവുകു അങ്ങ് ഔത്തുകു റിട്ടേൺ പോകുമ്പോത്തുകു അങ്ങനെ തെർಲು ജണ്ട് ಬೆಲ್ಚೆ ಬಂತು അങ്ങ തെർಲು പോകുമ്പോൾ ಚಿಮ್ಮೈತಿಂತ ಅಪ್ಪ അങ്ങ പോണ്ടെ തെർಲು ಜಂಡ್ ಬೆಲ್ಚೆ ಅಂಕ್ പോണ്ടെ തെർಲು ಬೆಲ್ಚೆ അങ്ങ ಜಂಡಲ್ಲಿ ಬೇರೆ ಬೇರೆ ಆಗುമ്പോത്തുകു ಆ ಬೆಲ್ಚಂ ಜಂಡ್ ಬೇರೆ ಬೇರೆ ಇತ್ತು അങ്ങ ಔತಿಗೆ ಎತ್ತುತ್ತೋ ಅಂಕ್ ಬೆಲ್ಚೆ കിട്ടിയിട്ട് ഇത് സഹാബിരങ്ങളെ കറാമത്തല്ലേ. ഈ കറാമത്ത് ചൊല്ലുകണ്ട് ഏതേ ഒരു മുസ്ലിയാർ നാവ് തുറക്കറാണ് ഏതേ ഒരാള് അല്ലെ സഹാബിരങ്ങളെ കറാമത്താവട്ടു അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചൊന്നെ മുഅ്മിനായ ആൾമാരുടെ കറാമത്ത് ചൊല്ലുകണ്ട് അങ്ക് സാധ്യല്ല. അങ്ക് ചൊല്ലുകില്ല എന്തിരെ ഒന്നാ CM മടവരുടെ കറാമത്ത് ഇല്ലെങ്കിൽ അങ്ങനെ റായത്ത് ചുറ്റുപാടിൽ ആരെയും ഒരാൾ ഒരു മർച്ചിദിനെ അങ്ക് കബറാക്കുക ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജാറാക്കുക ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ കറാമത്ത് ഇങ്ങനെ ചൊല്ലും ഇതല്ലാണ്ട് വേറെന്തും അല്ല. അപ്പൊ അത് കഴിത്ത് ഗൗരവമായിട്ട് മനസ്സിലാക്കും. നോക്കൊരു ഇമാം ഷാഫി ഇപ്പൊ ഇമാം ഷാഫിയുടെ പേര് കേൾക്കും എനിക്ക് പേടിയവറാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളമേ എത്ര ചൊന്നരല്ലേ ഇമാം ഷാഫിയെ മാത്രം പിൻപറ്റിയങ്ങമയോ ഇങ്ങ 90% സലഫി അവിടെ. ഇമാം ഷാഫി റഹ്മത്തുള്ള എത്ര പൽക്ക് എനിക്ക് എതിരായിട്ട് ചൊന്നൊരു നോക്കൊരു യൂനിസ് ഇബ്നു അബി അല അസ്സദഫി അയാൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മുട്ട ബണ്ടി അയാൾ ഇമാം ഷാഫിയുടെ മുട്ട ಬಂತು ചൊല്റേ കാനൽ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു യഖൂൽ ഇദാ റഅയ്തുമു الرجل يمشي على الماء فلا تغتروا به. ആറ് അബുൽ യാല ഇയാൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മുട്ട ಬಂತು ചൊല്റേ ഇമാം ലൈസ് ചൊന്നുണ്ട് നിങ്ങ ഒരാൾ തന്നിര മേൽ കണ്ടു നടക്കരുത് കണ്ടെങ്കിൽ തന്നിര മേൽ ഒരാൾ ഇങ്ങനെ നടക്കരുത് കണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചനലാവണ്ട അങ്ങ അള്ളാഹു ഔലിയാണ്ട് നിങ്ങൾ ചൊല്ലണ്ട ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന അവനു കിതാബിലും അള്ളാഹുടെ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും ഗട്ടി ഉള്ളാണ അതിനെ ഫോളോ ആക്കിയ ഉള്ളാണ ചൊന്തു നോക്കുറോട് തോലും ഒരാൾ തന്നിര മേൽ നടന്നെങ്കും നിങ്ങൾ അവൻ്റെ ഔലിയാണ്ട് ചൊല്ലണ്ട. ഇത് ആറ് ചൊല്ലുക അബുൽ യാല ഇമാം ഷാഫി റൊട്ടിಗೆ ಬಂತು ഇമാം ലൈസ് ഇങ്ങനെ ചൊന്നുകൊണ്ട് അപ്പൊ ഇമാം ഷാഫി ചൊല്ലറേ എന്തേ കസ്സറൽ ലൈസു ഇമാം ലൈസു ചൊന്നത് തെൽ കുറഞ്ഞു പോയിട്ട് ഇമാം ലൈസു ചൊല്ലത് അത് തെൽ കുറഞ്ഞു പോയിട്ട് നാ ചൊല്ലറേ ബൽ ഇദാ റഅയ്തുമു الرجل يمشي على الماء ويطير في الهواء فلا تغتر به حتى تعرض امره على الكتاب والسنه
അതെ, ഇമാം ലൈസ് ചൊന്നത്തിൽ കുറഞ്ഞു പോയി. ഞാൻ ചൊല്ലുറ, ഒരാള് തന്നിര മേലിങ്ങനെ നടന്നു പോയെങ്കും ആകാശത്തിൽ പാറിയ പോയെങ്കും നിങ്ങ അവന്റെ മേൽ വഞ്ചനൽ പോലണ്ട. അവന് ഖുർആാനും സുന്നത്തും ഗട്ടിപ്പിടിக்கிறോടത്തോളം, അവൻ ഖുർആാനും സുന്നത്ത് അനുസരിച്ച് ജീവിக்கிறവനാ ചൊന്തു നിങ്ങ നോക്കുറോടത്തോളും അവൻ എത്ര വലിയ അസാധാരണ കാട്ടിയെങ്കോ നിങ്ങ അവന്റെ ഔലിയാണ്ട് ചൊല്ലോ പോകണ്ട തിക്കറി ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ട്. നോക്കോറു, ഇമാം ലൈസ് കാലി തന്നിര മേൽ ചൊന്നു, ഇമാം ഷാഫി ಅದಕ್ಕೆ എന്നൊന്നു കൂട്ടിട്ട് എന്തിരെ തന്നിര മേൽ നടന്നെങ്കും ആകാശത്തിൽ പാറിയ പോയിട്ടായെങ്കും നിങ്ങ എന്താക്കണ്ട അവന്റെ ഔലിയാണ്ട് ചൊല്ലണ്ട. അപ്പൊ ഇതേ ടിക്കറി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നെ. അപ്പൊ ഒരാള് വലിയാവുന്നുണ്ടായെങ്കിൽ ಅದರ അടിസ്ഥാനം എന്തിരെ ഖുർആാനും സുന്നത്തിനെ ഗട്ടിപ്പിടിക്കണോ ചൊല്ലതേ ടിക്കറ്. ഈ ക്വാളിറ്റി വെച്ച് നോക്കിയെങ്കിൽ സമസ്തരെ 90% ഔലിയാക്കന്മാരെ ഫ്യൂസ് കട്ടാവും അല്ലേ? അപ്പൊ അതേ ടിക്കർ അവസ്ഥ. ഖുർആാനും സുന്നത്തിനെ ഞങ്ങൾ എന്താക്കണു ഗട്ടിപ്പിടിക്കണു. അങ്ങനെ മാത്രമേ ടിക്കർ ഔലിയാക്കന്മാരുടെ കാറ്റഗറിക്ക് പോയിട്ട് എത്ര ചൊല്ലത് ഗൗരവമായിട്ട് മനസ്സിലാക്കും. ഇനി ഔലിയാക്കന്മാർക്ക് കറാമത്തില്ലേ? കറാമത്തുണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിக்கிறവർക്ക് കറാമത്ത് കൊടുക്കുക. അള്ളാഹു ഉദ്ദേശിக்கிறവർക്ക് കറാമത്ത് കൊടുക്കില്ല. ഇങ്ങനല്ലേക്കര് കറാമത്ത് ചെന്ന ഒരു ഔലിയാക്കന്മാർക്ക് കിട്ടേ താക്കത്തല്ലത്. അത് അള്ളാഹു ഉദ്ദേശിച്ചപ്പോ മാത്രം നടക്കരുത്, അങ്ങ് ഉദ്ദേശിച്ചപ്പോ നടക്കരുതല്ല. കറാമത്ത് ചൊന്നെങ്കിൽ ഒരു വലി ഉദ്ദേശിച്ചപ്പോ ആക്കുക അവരതല്ല ചൊല്ലത്. ഗൗരവമായിട്ട് മനസ്സിലാക്കും അല്ലേ? നോക്കൊരു മറിയം ബീവിയുടെ കറാമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നു. മറിയം ബീവിയുടെ കറാമത്ത് അള്ളാഹു ഖുർആൻ. അപ്പൊ കറാമത്തില്ല, കറാമത്തുണ്ട് ഞങ്ങൾ അംഗീകരിക്കരുത്. ഖുർആനിലെ ഉണ്ട് എത്രാമാ കറാമത്ത്. അതിൽ മറിയം ബീവിയുടെ കറാമത്ത് സൂറത്ത് ആൽ ഇംറാൻ 37 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും, ബരകാല ബണ്ട സന്ദർഭത്തിലും മറിയം ബീവിക്ക് ഫുഡ് കിട്ടിയോ ഇന്ത് അല്ലേ? നോക്കൊരു കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. മറിയം ബീവി ഇവിടെ പള്ളിയിലെത്തിക്കറ്, മസ്ജിദുൽ അഖ്സലെത്തിക്കറ്. അപ്പൊ മസ്ജിദുൽ അഖ്സൽ അവിടെ ജീവിച്ചിട്ടിക്കற കാലഘട്ടത്തിൽ സക്കരിയ നബി എത്തിക്കറ് കഫാലത്ത് ഏറ്റെടുത്തരെ മറിയം ബീബിരെ നോക്കൂ, അതേപോലെ ഫുഡെല്ലാം എത്തുപാട്ടകൂ, ഇങ്ങനത്തെതല്ല കാര്യം ഏറ്റെടുത്തറാറ് സക്കരിയ നബി എത്തിക്കറ്. അപ്പൊ സക്കരിയ നബി ഇങ്ങനെ മറിയം ബീബിരെ മുട്ട പറമ്പത്തുകൂ, ബറകാല കയ്യിലെന്തു ഇല്ല ചൊന്തു ചൊല്ലുകൂ, അങ്ങനെ ಬಂದಿರೈತಿಕ್ಕು ಅಲ್ಲಾವಾಲ್. അപ്പൊ അങ്ങനെ മറിയം ബീബിരെ മുട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ಬಂತು നോക്കുമ്പോ അവിടെ ഫുഡുണ്ട്. മറിയം ബീബിരെ മുട്ട ഫുഡുണ്ട്. അതേ ടിക്കർ അല്ലാഹു ചൊല്ലു, കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ. മറിയം ബീബിരെ മുട്ട ഫുഡുണ്ട്. ആർക്കും ಅಂದ್ರೆ കൊബർന ಯಾರು സക്കരിയ നബി തിക്കർ. അപ്പൊ സക്കരിയ നബി അല്ലാത്ത ഒരാൾ ആറ് കൊമന്ത്രി. അപ്പൊ അത് തിക്കർ സക്കരിയ നബി കേക്കറേ ಎಂದ್ರೆ ಕಾಲ ಯಾ ಮರಿಯಮ ಅನ್ನಾಲಕ್ಕಿ ಹಾದ, ಮರಿಯಮ ನಿಕ್ಕಿದ ಎವ್ಡ್ರಿ ಗಿಟ್ರೆ ನಿಕ್ಕಿದ ಆರು ತಂಡೆ ಅಪ್ಪ ಇತ್ತಿಗ್ರ ಮರಿಯಂ ಬೀವಿ ಚೊಲ್ರಿ ಎಂದ್ರೆ ಕಾಲತ್ ಹುವ ಮಿನ್ ಇಂದಿಲ್ಲಾಹ್, ಇದು ಅಲ್ಲಾಹುಲ್ ನಿಂದ ನಕ್ಕು ಬಂಡೆದ ಇಟ್ಟಿಕ್ಕರು. ಇನ್ನಲ್ಲಾಹ್ ಯರ್ಜುಕು ಮನ್ ಯಶಾഉ ಬಿಗೈರಿ ಹಿಸಾಬ್. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ഒരു ഹിസാബും ഇല്ലാണ്ട് അവൻ ഉദ്ദേശിക്കറങ്ക് അവൻ എന്താക്കറ റിസ്ക് കൊടുക്കറ. അപ്പൊ നോക്കൂ, ഒരു കണക്കും ഇല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കറങ്ക് റിസ്ക് കൊടുക്കറ. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്ന് ಬಂಡೆದ ಇಟ್ಟಿಕ್ಕರು ಚೊಂತು ಮರಿಯಂ ಬೀವಿ ಚೊಲ್ರಿ. അപ്പൊ മറിയം ബീബിയുടെ കറാമത്ത് സക്കരിയ നബി നോക്കുരേ. ഏതാ അങ്ങനെ ഐത്തുവല ഇങ്ങനെ ഐത്തുവല അവിടെ അങ്ങനെ ഐത്തൂല ഇങ്ങനല്ല വലവലല്ല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണിരെതുർല് നോക്കുരേ. ഇത് മറിയം ബീവിക്ക് കിട്ടുന്ന കറാമത്തിരെ സക്കരിയ നബി നോക്കിട്ട് ദുആർക്കറേ. അതേ ടിക്കർ നെക്സ്റ്റ് ആയത്തിൽ അള്ളാഹു ചൊല്ലറേ 38 ആയത്തിൽ എന്തരേ ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു അല്ലെ? ഹുനാലിക ദഅ സക്കരിയ മറിയം അല്ല, ഇന്നെന്താക്കറ കറാമത്ത് കിട്ടിയങ്ങളുടെ ദുആർക്കറേ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കറാമത്ത് കണ്ണിൽ നോക്കിട്ട് അള്ളാഹുരൊട്ട് കേറ്റിക്കർ ദുആർക്കറേ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ റബ്ബുരൊട്ടിಗೆ ദുആർന്നിട്ട് എന്തൊരു ദുആർന്നേ? അള്ളാഹുവെ നക്ക് നീ ഒരു സന്താനത്തെത്ത. കാരണം കൊടുക്കുറവൺ അള്ളാഹു എത്തിക്കറ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബയസ്സൈത്ത് ആ ബയസ്സായ കാലഘട്ടത്തിലും അള്ളാഹുരൊട്ടിಗೆ സന്താനത്തുക്ക് തേടുന്നത് എല്ലാത്തുക്കും താക്കത്തുള്ളവൺ അള്ളാഹു എത്തിക്കറ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുറവണ്ടൊട്ടിಗೆ എത്തിക്കറ ഞങ്ങൾ കേൾക്കണായി കിട്ടിയങ്ങളൊട്ടിಗೆ അല്ല അല്ലെ? സാധാരണ അങ്ങനല്ലേ. ഇപ്പൊ ഞങ്ങളെ റായത്തിൽ ഒരാൾ കൊടുക്കുറവണുള്ളവണുണ്ടാകുമ്പോഴത്തേക്കും അവൻ ചൊല്ലറ നിങ്ങൾ നന്നൊടിಗೆ കേൾക്കറ ഞാൻ ഇങ്ങ് തണ്ട. അപ്പൊ ഓണ് കൊടുക്കുற വേറൊരുത്തൊട്ടിಗೆ ഞങ്ങൾ കേട്ടെങ്കത് എത്ര സമ അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കറ് ഞങ്ങൾക്ക് തണ്ടവണ്.
എല്ലാം ആക്കിതണ്ടാണ്. അപ്പൊ അള്ളാഹുരൊട്ടിಗೆ എത്തിക്കൂടെ അങ്ങ് തേടണായേ. കറാമത്ത് കിട്ടിയങ്ങളൊട്ടിಗೆ അല്ല, കറാമത്ത് വെച്ചിട്ട് കാസാക്കുക അല്ല ഇസ്ലാം നമുക്ക് കറാമത്ത് പഠിപ്പാട്ടി തന്നരേ. കറാമത്തിര ചൊന്തു ഇത് ഇതിൽ അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ച് ദ്വാർപ്പാട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഖബർ വൈത്തി കെട്ടുക അല്ല ഇസ്ലാം നമുക്ക് എന്താക്കിരേ കറാമത്ത് പഠിപ്പാട്ടി തന്നെ. കറാമത്ത് എന്തൊക്കെ പഠിപ്പാട്ടി തന്നരേ? അള്ളാഹുമായിട്ട് അടുക്കുക ഇട്ടിക്കറ്, അള്ളാഹു ഇട്ടിക്കറ് നിങ്ങൾക്ക് തണ്ടവണു, അള്ളാഹുരുടെ നിങ്ങൾക്ക് കേക്കോറു, അള്ളാഹു നിങ്ങൾക്ക് തണ്ട ഇത് പഠിപ്പാട്ടുക ഇട്ടിക്കറ്. ഇസ്ലാമിൽ എന്താക്കിരേ കറാമത്തിര വിഷയം നമുക്ക് പഠിപ്പാട്ടി തന്നരേ ചൊല്ലുന്ന വിഷയം ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ. അപ്പ ഇതേറ്റിക്കറ് ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കുകയില്ല. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർ അങ്ങനെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അങ്ങമേ അള്ളാഹുരെ പേടിച്ചോല്ലങ്ങ, അങ്ങമേ അള്ളാഹുരോട്ടിക്ക് ദ്വാർന്നോല്ലങ്ങ. പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് തേടിയിട്ട് എന്തൊരു കാര്യം? അള്ളാഹു നോക്കൂ, സൂറത്തു ഇസ്രാ 17ാമത്തെ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 57ാമത്തെ ആയത്തിൽ ചൊല്ലുറേ ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്സൂറാ. നിങ്ങൾ വിളിച്ച് ദുആർക്കര ആൾമാർ അങ്ങനെ അവസ്ഥ എന്തരേ? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അങ്ങമേ അള്ളാഹുരൊട്ടിಗೆ വസീല തേടുறாங்க, അങ്ങമേ അള്ളാഹുരൊട്ടിಗೆ അടുക്കുക എന്തിനും ഒരു തെരുണ്ടാണ്ട് നോക്കിയോല്ലങ്ങ. അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു, അള്ളാഹുടെ റഹ്മത്തിനെ പ്രതീക്ഷിക്കறாங்க. വയഖാഫൂന അദാബഹു, അള്ളാഹുടെ അദാബിനെ പേടിക്കறாங்க. அல்லாஹ் ஔலியாக்கமார விஷயத்துக்கு அல்லாஹ் சொல்றேன் அங்கமே அல்லாஹ்வுட ரஹ்மத் தேடுறாங்க, அல்லாஹ்வுட அதாபரை பேடிக்கிறாங்க, அல்லாஹ்வுட முட்ட அடுக்குக எந்திர ஒரு தெரு உண்டான்ட்டு தேடி உள்ளங்க. പിന്നും നിങ്ങൾ അങ്ങോട്ടേക്ക് ദുആർക്കരേക്ക് എന്തൊരു അർത്ഥം ഉണ്ട് എത്തിക്കർ അള്ളാഹു കേൾക്കറ് അല്ലെ. ആലോചനാക്കി നോക്കൂ, ഇപ്പൊ ഞങ്ങളുടെ രായത്തില് ഒരു കട കൊടുക്കുന്ന ഓർത്തുള്ളാണ്ടിരിക്കും, അല്ലെ ഒരു പൈസക്കാരുള്ള ഓർത്തനിക്ക് ഒരു പൈസക്കാര ഒരു നല്ല സമ്പത്തുള്ള. അപ്പൊ ആ ആചാറിന്റെ വിളിക്കുക. അപ്പൊ ആചാറൊട്ടിക്ക് ഇങ്ങനെ പോകുമ്പോ നക്ക് എന്തേ ഒരു 10,000 കടവേ നിന്ത്. അപ്പൊ ആ 10,000 കട കേൾക്കുകയായിട്ട് ആ ആചാറൊട്ടിക്ക് പോകുമ്പോഴത്തേക്കു തെരുളു കിട്ടും, നീയോടെ തെരുളു വേറൊരാൾ കിട്ടും. അപ്പൊ നീയോടെ പോണ്ടേ? നിന്ന് ആചാറൊട്ടി നക്ക് 10,000 കടവേ നിന്ത്, അങ്ങനെയാണ് കേക്കോ പോണ്ടേ. അപ്പൊ ഓൻ ചൊല്ലേ ആ ആചാറൊട്ടി പോയിട്ട് കാറില്ല, നാ പോയിട്ട് കേട്ടപ്പ അയാള് നന്നൊട്ടിക്ക് റിട്ടേൺ കട കേട്ടോ ഉണ്ട്. അപ്പൊ നീ അയാളൊട്ടി കട കേൾക്കുന്നതിൽ കാറില്ല. അതേറ്റിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചൊല്ലേ ആ ഔലിയാക്കന്മാർ നന്നൊട്ടിക്കമേ തേടിയോല്ലേ, നന്നൊട്ടിക്കമേ എന്തേ ഒരു വസീല തേടിയോല്ലേ, നന്റെമേ പേടിച്ചോല്ലേ, നന്റെ റഹ്മത്തിൽ അങ്ങ് പ്രതീക്ഷിച്ചോല്ലേ, പിന്നെ നിങ്ങൾ അങ്ങോട്ട് കേട്ടിട്ട് എന്തൊരു കാര്യം? ഇതേറ്റിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ചൊല്ലേ. അപ്പൊ ഇത് അർത്ഥാക്കണു, ഇത് ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഔലിയാക്കന്മാരോട് തേടുക, അങ്ങനെ ഒരു എന്തൊരു കണക്ഷൻ വയ്ക്കുക ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിട്ട്. അള്ളാഹുടെ മുട്ട എത്തോണുണ്ടായി നടുവിൽ ഒരു കണക്ഷൻ വേണു. അങ്ങനെ ഒരു കണക്ഷൻ, അങ്ങനെ ഒരു ഇടയാളന്മാർ ഇസ്ലാം നമുക്ക് എന്താക്കിട്ടില്ല പഠിപ്പാട്ടി തന്നില്ല ചൊല്ലത് ഗൗരവമായിട്ട് മനസ്സിലാക്കും. ഔലിയാക്കന്മാരൊട്ടിಗೆ എങ്ങനെ ദ്വാർക്കൊന്നുണ്ട് സമയത്ത ഇണ്ടത്തെ ആൾമാർ ഈ മുസ്ലിയാക്കന്മാർ എന്താക്കിറാറ് പാവത്തെ ആൾമാർക്ക് ചൊന്നു കൊടുത്തത്. ഔലിയാക്കന്മാരൊട്ടിಗೆ സാധാരണ അള്ളാഹുരൊട്ടിಗೆ ദ്വാർന്ന പോലല്ല, ഔലിയാക്കന്മാരൊട്ടിಗೆ ദ്വാർക്കുക അത് ಬೇರೆ ರೀತಿ, ಅದರ ಆ ഒരു ಅವസ്ഥ ಅಲ್ಲ പഠിപ്പാട്ടി കൊടുക്കുന്നത്. അങ്ങനെ ബുക്കിലെ എഴുതി വെച്ചതല്ല നമുക്ക് കാണാൻ സാധ്യം. അള്ളാഹുരോട് ദ്വാർക്കുന്ന കാലി കൈ വൈത്യമ്മയോ, ഔലിയാക്കന്മാരോട് ദ്വാർക്കുന്ന കൈയും കാലും വൈത്തുന്നതല്ല, ഇങ്ങനെല്ലാം ഉണ്ട്. അതേപോലെ ആ പദപ്രയോഗം അസ്സലാമു അലൈക്കും യാ റിജാലുൽ ഗൈബ്, അസ്സലാമു അലൈക്കും യാ അർവാഹുൽ മുഖദ്ദസ, യാ നുഖബ, യാ ഗൗസ്, യാ അബ്ദാൽ, യാ ഔതാദ്, യാ കുതബ്. ഇതെല്ലാം ഔലിയാക്കന്മാരെ കാറ്റഗറി എത്തിക്കറ്. ഈ ഗൗസു, കുതബ്, നുഖബ, അബ്ദ ഇതെല്ലാം ഒരു കാറ്റഗറി. ഇപ്പൊ ഒരു കമ്പനിക്ക് അല്ലെ ഒരു സ്കൂളുക്ക് പ്രിൻസിപ്പാല്, അതേപോലെ സെക്രട്ടറി, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ചെയർമാൻ, സെക്രട്ടറി, ഇങ്ങനെ ലിക്കറല്ലേ. അപ്പൊ അതേപോലെ ഔലിയാക്കന്മാർ ഒരു കാറ്റഗറി എത്തിക്കറ്. ഇത് ഇങ്ങനത്തെ അങ്ങനെ ഇങ്ങനെല്ലാം വിളിച്ചിട്ട് ദ്വാർന്നെങ്കിൽ ആ ദ്വത്തുക്ക് ഉത്തര ಬೇಗ കിട്ടറ്. ഇങ്ങനെയുള്ള കൊറിയ എഴുതി വയ്ക്കുന്നതല്ല നമുക്ക് കാണാൻ സാധ്യം. ആലോചനാക്കി നോക്കൂ, ഇതുവാ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, നന്റെ അടിമക അല്ലാഹു മയാവുല്ലേ, അല്ലാഹു നിനക്ക് മയാവുല്ലേ. ഒരു സത്യവിശ്വാസി ചൊല്ലണ എന്ದ್ರೆ അല്ലാഹു മയവ്, അല്ലാഹു ಐತಿಕ್ರ ನಕ್ಕೆ ಎಲ್ಲ ಸರ್ವಸ್ವಂ ಅಲ್ಲಾಹು ಐತಿಕ್ರ. ಅಲ್ಲಾಹുരെ ಬಿಟ್ಟಿಟ್ಟು ನಾ ಬೇರೆ ഒരാളൊട്ടിക്കും തേടില്ല ചൊല്ലறது ಐತಿಕ್ರ ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയില്ല വിഷയ അല്ലേ. അതേപോലെ നിങ്ങൾ ആലോചനാക്കി നോക്കൂ,
അള്ളാഹു അല്ലാത്ത ഒരാളൊട്ടിക്ക് ദ്വാർക്കണ വേണ്ട വിഷയത്തിൽ കോമൺ ആയിട്ട് ചിന്തയാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചിന്തനാക്കുക. എങ്ങനെ? ഒരാൾ അള്ളാഹുരൊട്ടിക്ക് മാത്രം ദ്വാർന്ന അവന്റെ ജീവനത്തിൽ വേറെ ആരൊട്ടിക്ക് അവൻ ദ്വാർന്നല്ലേ? പരലോകത്ത് എത്തിസാത്തുക അള്ളാഹു ഞങ്ങളെ നരകത്തിക്ക് ഇടുക അല്ലേ? പരലോകത്ത് നീ നിന്റെ ഒട്ടിക്ക് മാത്രം ദ്വാർന്നല്ലേ നരകത്ത് പോ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുക. അള്ളാഹു അല്ലാത്തങ്ങളോട് ദ്വാർക്കുമ്പോൾ അതിലേക്ക് ഡിസ്കഷൻ ഉള്ള അതിലേക്ക് ചർച്ച ഇല്ലേ? അപ്പൊ കോമൺ സെൻസുള്ള ഒരാൾ എന്താക്കുക? അള്ളാഹുരൊട്ടിക്ക് മാത്രം ദ്വാർന്നിട്ടായെങ്കിൽ എങ്ങനെ നരകത്ത് പോകണ്ടില്ലേ, സ്വർഗത്തിക്ക് പോകണ്ടേ? അപ്പൊ പിന്നെ നാ ഇതിൽ എന്തൊക്കെ ബൂൾറേ? അവൻ അള്ളാഹുരൊട്ടിക്ക് മാത്രം ദ്വാർന്നിമ്മയാവില്ലേ? അതല്ലേ ഞങ്ങൾ ഇത് ഒരാളൊട്ടി അമ്പലക്കടവ് ഫൈസറൊട്ടി കേട്ടപ്പ അല്ലെ അള്ളാഹുരൊട്ടിക്ക് മാത്രം ദ്വാർന്നിമ്മയാവില്ലേ? ഔലിയാക്കന്മാർ ಬೇನಾಂಟು ಚೊಂತು ಅಂಬಲಕಡು ಫೈಜರೊಟ್ಟಿ ಕೇಟ ಅಂಬಲಕಡು ಫೈಜಿ ಅಂದ್ರೆ ಉತ್ತರ ಚಂದ್ರೆ അള്ളാഹുരൊട്ടിക്ക് മാത്രം ദ്വാർക്കരുത് KSRTC ബസ് പോലെ, ഔലിയാക്കന്മാരോട് ദ്വാർക്കരുത് അത് ബെൻസ് പോലെ. KSRTC ബസ് പോയി എത്തിയിട്ട് ദ്വാർന്ന അള്ളാഹു കബൂലാക്കിയ ഇല്ലേ ഇല്ല. ഔലിയാക്കന്മാരോട് ദ്വാർന്നെങ്കിൽ അത് ബെൻസ് പോലെ, അത് പോന്റെ പോക്ക് അത് പിന്നെ നോക്കുകയില്ല. ഇങ്ങനെ ആള് നോക്ക അള്ളാഹുക്ക് നിങ്ങൾ ഉദാഹരണം ചൊല്ലി തിക്കരുത്, അള്ളാഹുക്ക് ഉദാഹരണം ചൊല്ലി നഊദു ബില്ലാഹ്. അപ്പൊ അള്ളാഹു എത്ര ഇങ്ങ മനസ്സിലാക്കിയാർ, അള്ളാഹു എത്ര ഇങ്ങ അറിഞ്ഞാർ. ഇതേറ്റിക്കറ് നമുക്ക് കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയ ഓർത്തക്ക് അള്ളാഹുരൊട്ടിಗೆ ಮಾತ್ರ ദ്വാർക്കുക സാധ്യ. അവർ അങ്ങനെ കറാമത്ത് വെച്ചിട്ട അങ്ങനെ ಬೇರೆಂದೇയും ഒന്ന് വെച്ചിട്ട ദ്വാർക്കുക അങ്ങനെ കൊണ്ട് സാധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിർ അങ്ങനെ ജീവൻ എടുത്ത് നോക്കുന്നെങ്കിൽ അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാ മുഅ്ജിസത്തും കറാമത്തും കൊടുത്തു. ഇന്ത്യകുതിൽ ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർച്ചൽ പിന്നെ നബിയുടെ മുഅ്ജിസത്ത് വെച്ച് ദ്വാർന്നത് ചരിത്രത്തിൽ ഓടെ നമുക്ക് കാണാൻ സാധ്യമില്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബാക്കി വയ്ക്കുന്ന സന്ദർഭത്തിൽ ബരകാല ഇന്നപ്പോ ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ മലില്ല ബരകാലായി പോയി കഷ്ടത്തിലുള്ള നിങ്ങൾ മലക്ക് വേണ്ടി ദ്വാർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് കൈവെച്ച് ദ്വാർന്നിട്ട് മല ബന്ത്. നെക്സ്റ്റ് ഖുതുബയിൽ ആ മനുഷ്യ ബഞ്ചോൽ അല്ലാഹു റസൂല മല യാറായി പോയിട്ട് മല നിപ്പാട്ടു പോയിട്ട് അല്ലാഹു ദ്വാർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാർന്നിട്ട് ആ മല നിണ്ടു പോയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർച്ചയിൽ പിന്നും ബരകാല ബന്തില്ലേ ബന്നർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ബരകാല ബന്നർ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർച്ചയിൽ പിന്നെ ഖബറിനെ മുട്ട പോയിട്ട് മലക് ദ്വാർന്നത് എവിടെയും നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അതേ സഹാബി ബന്ത് നബിയെ മലക് വേണ്ടി ദ്വാർക്കും, നബിയൊട്ടിക്ക് ആവശ്യപ്പെട്ടത് എവിടെയും കാണാൻ സാധ്യതയുണ്ട്? ഓടും സാധ്യത. അപ്പൊ ഇതേറ്റിക്ക് ഇസ്ലാം പഠിപ്പാട്ടർ ഒരു മുഅ്ജിസത്ത് ഒരു കറാമത്തിന്റെ സാത്തക്ക് അങ്ങോട്ടേക്ക് ദ്വാർക്കുക അങ്ങോട്ടേക്ക് കേൾക്കുക അല്ല ചൊല്ലറേ, അള്ളാഹുരൊട്ടിക്ക് ദ്വാർക്കുക അള്ളാഹുരെ മുട്ട അടുക്കുക ഇട്ടിക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടർ ചൊല്ലറേ. ഗൗരവമായ വിഷയം മനസ്സിലാക്കിയിട്ട് അള്ളാഹുര ഔലിയാക്കന്മാർ ആറ് അള്ളാഹുരും അതെ അള്ളാഹുരെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കൃത്യമായിട്ട് ഫോളോ ആക്കി ജീവിക്കറങ്ങ അങ്ങൈത്തിക്കറാർ അള്ളാഹുര ഔലിയാക്കന്മാർ. അതല്ലാത്തെ ഈ കിതാബും സുന്നത്ത് വിട്ടിട്ടു അതേപോലെ അങ്കങ്ക് ബേന്മായെ പോലെ ഭംഗി ബൽക്കിരങ്ങളും ഔലിയാക്കന്മാരാക്കറ. അതേപോലെ അവൻ മുസ്ലിമാ അല്ലേ അങ്ങനത്തെ ഡൗട്ട് അല്ല മുസ്ലിം അല്ലാത്ത കാഫി. ഇപ്പൊ മുന്നാത്തെ പോലെ ഒരു ഓച്ചിറ ഉപ്പാപ്പർ വിഷയം അയാളുടെ വലിയ ഔലിയാക്കിയാറ് ലാസ്റ്റ് മറിച്ചു പോകുമ്പോഴത്തേക്ക് എത്തിക്കറ് പിന്നെ അയാൾ സുന്നത്തെ ആക്കിയിട്ടില്ല, അയാൾ കാഫിറുണ്ടായിത്തിക്കറ് അവിടെ റായത്തങ്ങ ചൊല്ലറ്. അപ്പൊ അങ്ങനത്തെ ആൾമാരെല്ലാം ഔലിയാക്കി വെച്ചിട്ട് എത്തിക്കറ് ഇങ്ങ കാസാക്കറ്. അപ്പൊ ഇതല്ല ഇസ്ലാം ചൊല്ലത്. ഗൗരവമായിട്ട് മനസ്സിലാക്കണു, ഗൗരവമായിട്ട് അറിയണു. ഞങ്ങ ഇസ്ലാം എന്തിനെ ചൊന്ത് കൃത്യമായി പഠിച്ചിട്ട് ജീവിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട്. ഞങ്ങൾക്ക് തപ്പർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയത്തുള്ള ആൾമാരെ രോഗത്തെ അല്ലാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.